നമ്മൾ ജനിക്കുന്നത് ന്യൂട്രലായിട്ടാണ്. ഈ ഒരു സമൂഹമാണ് നമ്മൾ ആണായിട്ടും പെണ്ണായിട്ടും മാറ്റുന്നത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആരായിട്ടാണോ തോന്നുന്നത് അതാണ് നിങ്ങളുടെ ജെൻഡർ. അതല്ലാതെ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞൊരു ബൈനറി അല്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള സംഭവമല്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ മെൻ്റൽ ഹെൽത്തിൻ്റെ ക്ലാസ് എന്നും പറഞ്ഞ് അവിടെ വന്ന ടീച്ചർ പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതൊരു പുതിയൊരു പെർസ്പെക്റ്റീവാണ്, ഇത് ഞാൻ മുന്നേ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞു ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. Woke. 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 Wokeness. Russia's Supreme Court on Thursday ruled to declare the international LGBTQ public movement as extremist. This woke culture. Dark woke. Woke agenda. Woke revolution. Politically woke. Killed by the woke mind virus. Woke ideology. Woke. 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 Wokeness. ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ആകാശത്തേക്ക് നക്ഷത്രങ്ങളെ കാണുന്നില്ലേ, അത്രത്തോളം ജെൻഡറുകളുണ്ട്, നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ തരത്തിലുള്ള ശാസ്ത്രവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ ആശയങ്ങൾ പഠിപ്പിക്കരുത്. ഇത് കണ്ടപ്പോൾ ഞാനാകെ കൺഫ്യൂസ്ഡ് ആയി. ഇതിലിപ്പോൾ ആരാണ് ശരി, ഇതിലിങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടോ? അങ്ങനെയാണ് ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങുന്നത്. ഇത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇതിലൊരു കറക്റ്റ് ക്ലാരിറ്റി കിട്ടും. ഈ മൈനോറിറ്റി സെക്ഷൽ കമ്മ്യൂണിറ്റീസിൻ്റെ റൈറ്റ്സിനും പ്രൈഡിനും വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്നത് ആക്ടിവിസമാണ് LGBTQIA+ എന്ന് പറയുന്നത്. ഇവർ 1980കളുടെ അവസാനം യൂറോപ്പിലും US-ലുമായിട്ട് ഉയർന്നു വന്ന് ഇന്ന് ലോകമെമ്പാടും സ്വാധീനമുള്ള ഒരു ആക്ടിവിസമാണ് ഇവർ. ലെസ്ബിയൻ, ഒരു സ്ത്രീക്ക് സ്ത്രീയോട് തന്നെ സെക്ഷലി അട്രാക്ഷൻ തോന്നാണ്. ഗേ, ഒരു പുരുഷന് പുരുഷനോട് തന്നെ അട്രാക്ഷൻ തോന്നാണ്. ബൈസെക്ഷൽ, ഒരാൾക്ക് സ്ത്രീയോടും പുരുഷനോടും അട്രാക്ഷൻ തോന്നാണ്. അപ്പോൾ ഈ 3 കാറ്റഗറിയിലുള്ള ആളുകളെയാണ് നമ്മൾ ഹോമോസെക്ഷൽസ് എന്ന് വിളിക്കുന്നത്. അവർക്ക് സ്വന്തം ജെൻഡറിനോട് തന്നെ സെക്ഷലി അട്രാക്ഷൻ തോന്നാം. പൂർണ്ണമായും പുരുഷനായി ജനിച്ച ഒരാൾക്ക് തൻ്റെ ഉള്ളിൽ താനൊരു സ്ത്രീയാണ് എന്ന് അനുഭവപ്പെടുകയാണ്. പൂർണ്ണമായും സ്ത്രീയായി ജനിച്ച ഒരാൾക്ക് തൻ്റെ ഉള്ളിൽ താനൊരു പുരുഷനാണ് എന്ന് അനുഭവപ്പെടുകയാണ്. ഇങ്ങനത്തെ അനുഭവങ്ങളുള്ള ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ. തൻ്റെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഹെട്രോസെക്ഷൽ അല്ലാത്ത ബാക്കി എല്ലാ ആളുകളുമാണ് ക്യൂർ എന്നറിയപ്പെടുന്നത്. ഇൻ്റർസെക്സ്, ഇതൊരു ഫിസിക്കൽ കണ്ടീഷനാണ്. ഒരാൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും ലിംഗത്തോടു കൂടി ജനിക്കുന്ന ഒരു വളരെ റയറായിട്ടുള്ളൊരു ഫിസിക്കൽ കണ്ടീഷനാണ് ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. അസെക്ഷൽ, ആരോടും സെക്ഷലി അട്രാക്ഷൻ തോന്നാത്ത ആളുകൾ. ഈ ആംഗ്രോണിമിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഉൾപ്പെടുത്താത്ത മറ്റ് ഐഡൻറ്റിറ്റീസിനെയാണ് ഈ പ്ലസ് എന്ന സിമ്പൽ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പാൻസെക്ഷൽ, ഗ്രേ സെക്ഷൽ. ഈ ആക്ടിവിസത്തിന് ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഈ ആശയത്തിന് അല്ലെങ്കിൽ ഈ ആക്ടിവിസത്തിന് അക്കാഡമികപരമായിട്ട് ഇൻ്റലക്ച്വലായിട്ട് നോക്കിക്കാണുന്ന കുറച്ച് ആളുകളുണ്ട്. ഇൻ്റലക്ച്വലായിട്ട് ഇതിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ അവർ പറയുന്ന പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാരണം മോഡേൺ ജെൻഡർ തിയറി. ജെൻഡർ എന്ന് പറഞ്ഞാൽ സാമൂഹികമായി സൃഷ്ടിക്കപ്പെട്ട ഫ്ലൂയിഡായിട്ടുള്ള എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതല്ലാതെ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞൊരു ബൈനറി അല്ല. ഈ ഒരു തിയറിയുടെ ഒരു ഉത്ഭവം പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എത്തിയത് ഒരു ബ്രൂട്ടലായിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റിലാണ്. സൈക്കോളജിസ്റ്റും സെക്സോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ ജോൺ വില്യം മണിയാണ് ആദ്യമായിട്ട് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ഒരു പുരുഷനായി ജനിച്ച ഒരാൾ അയാളുടെ ഉള്ളിൽ താനൊരു പുരുഷനാണ് എന്നൊരു തോന്നലുണ്ട്. ഒരു സ്ത്രീയായി ജനിച്ച ഒരാൾക്ക് താനൊരു സ്ത്രീയാണ് എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ട്. ഈ തോന്നലിനെയാണ് അദ്ദേഹം ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് വിളിച്ചത്. ഒരാളുടെ ഉള്ളിൽ ഈ ഒരു ഐഡൻറ്റിറ്റി രൂപപ്പെട്ട് വരുന്നത് അയാളെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നത് എന്നതനുസരിച്ചാണ്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം ഒരു വിൻഡോ പീരീഡ് ഉണ്ട്. ആ ടൈമിൽ നമ്മളൊരു കുട്ടിയെ എങ്ങനെ വളർത്തുന്നോ, ഇപ്പോൾ ഒരു ആണായിട്ട് ജനിച്ചൊരു കുട്ടിയെ നമ്മൾ പെണ്ണായിട്ട് വളർത്തിയാൽ ആ കുട്ടി പെണ്ണായി മാറും. അതുപോലെ ഒരു പെണ്ണായി ജനിച്ചൊരു കുട്ടിയെ നമ്മൾ ആ ഒരു പീരീഡിൽ ആണായിട്ട് വളർത്തുകയാണെങ്കിൽ ആ കുട്ടി ആണായിട്ട് മാറും. നമ്മുടെ ഹോർമോണ്, ജീന്, ക്രോമസോംസ് ഇതിനേക്കാളും ഒക്കെ, അല്ലെങ്കിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സിനേക്കാളും ഒക്കെ ഒരാളാണും പെണ്ണും ആക്കുന്നത്, ഒരാളുടെ ജെൻഡർ നിർണ്ണയിക്കുന്നത് നമ്മുടെ നെർച്ചറിങ് ആണ്, നമ്മുടെ ഒരു സാമൂഹികവൽക്കരണമാണ്. നമ്മളെങ്ങനെ വളർത്തുന്നു എന്നുള്ളതാണ് ഒരാളുടെ ജെൻഡർ തീരുമാനിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ജോൺ മണി ഇത് പരീക്ഷിച്ചത് ട്വിൻസ് ആയിട്ടുള്ള 2 ആൺകുട്ടികളിലാണ്. ബ്രൂസിനും ബ്രയനും 8 മാസം പ്രായമുള്ളപ്പോൾ സർക്കംസിഷൻ ചെയ്യുമ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി ബ്രൂസിൻ്റെ ജെനിറ്റീലിയ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ പെർമനൻ്റായി ഡാമേജ് ആയി പോവാണ്. ജോൺ മണി ഈ പാരൻസിനെ ബ്രൂസിനെ ഒരു പെണ്ണായി വളർത്താൻ കൺവിൻസ് ചെയ്തു. അങ്ങനെ ബ്രണ്ട എന്ന പേരിട്ട് അവനെ ഒരു പെണ്ണായി വളർത്തി.
ജോൺ മണി ഇതൊരു സക്സസ്ഫുൾ ട്രാൻസ്ഫോർമേഷനായി റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആശയത്തിന് ഒരുപാട് പ്രചാരം ലഭിച്ചു. എന്നാൽ സത്യം വേറൊന്നായിരുന്നു. ബ്രൂസിന് താൻ ഒരിക്കലും ഒരു പെണ്ണാണ് എന്ന് തോന്നിയിട്ടില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് മാസ്കുലിൻ ട്രൈറ്റ്സ് പ്രകടിപ്പിച്ചിരുന്നു. ജോൺ മണി എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ട്വിൻസിനെ കൊണ്ട് പരസ്പരം സെക്ഷലി സ്റ്റിമുലേറ്റിംഗ് ആക്റ്റുകൾ ചെയ്യിപ്പിച്ചിരുന്നു. ജോൺ മണിയുടെ അടുത്ത് ഇനി കൊണ്ടുപോയാൽ താൻ സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പാരൻസ് സത്യം പറയുകയും അങ്ങനെ തൻ്റെ 14ാമത്തെ വയസ്സിൽ ഡേവിഡ് എന്ന പേര് സ്വീകരിച്ച് ഒരാണായാണ് പിന്നീട് അദ്ദേഹം ജീവിച്ചു വന്നത്. അങ്ങനെ അഡൾട്ടായ ഡേവിഡ് റിമ്മർ തൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒരു സക്സസ് ആയാണ് മെഡിക്കൽ ലോകത്ത് അറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പബ്ലിക്കിലേക്ക് ഇറങ്ങി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. This is David, who has remained anonymous until now. You never felt like you were a girl. I never quite fit in. The girls would do their things with their Barbies and things like that, and that wouldn't interest me. Things such as trucks and building forts and getting to the odd fist fight and climbing trees. That's the kind of stuff that I like, but it was unacceptable. So I'd never. As a girl. As a girl, I had no place to fit in. 2000 നേച്ചർ മേഡ് ഹിം എന്ന പേരിലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പുസ്തകം ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഇദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമാസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ എക്സ്പെരിമെൻറ്റ് ഫെയിലിയർ ആയെങ്കിലും ജോൺ മണിയുടെ ഈ ഐഡിയാസ് പ്രചാരത്തിലാവുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെ വേറെയും കുറേ തിയറികളുണ്ട്. ഇപ്പോൾ ജെൻഡർ ഫ്ലൂയിഡിറ്റി, ഒരാളുടെ ജെൻഡർ ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമല്ല. ഒരാൾക്ക് ഇന്ന് ഒരു പുരുഷനായിട്ട് തോന്നാം, നാളെ ചിലപ്പോൾ സ്ത്രീയായിട്ട് തോന്നാം, പിന്നെയും ഒരാൾക്ക് പുരുഷനായിട്ട് തന്നെ തോന്നാം. ഈ ജെൻഡർ എന്ന് പറയുന്നത് ഇങ്ങനെ ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതേപോലെ സെക്ഷൽ ഫ്ലൂയിഡിറ്റി, ഒരാൾക്ക് ഇന്ന് സ്ത്രീയോട് അട്രാക്ഷൻ തോന്നാം, നാളെ പുരുഷനോട് തോന്നാം, നാളെ പിന്നെയും സ്ത്രീയോട് തോന്നാം, ചിലപ്പോൾ സ്ത്രീയോടും പുരുഷനോടും തോന്നാം. അതിങ്ങനെ ഫ്ലൂയിഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ക്യൂർ തിയറി, നമ്മുടെ സെക്ഷുവാലിറ്റിയും അതുപോലെ ജെൻഡറും ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറാൻ സാധ്യതയുള്ള ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ ഇവർ മുന്നോട്ട് വെക്കുന്ന തിയറീസാണ്. ഈ തിയറീസിനൊന്നും ഹ്യൂമൻ ഫിസിയോളജിയിലോ സൈക്കോളജിയിലോ ന്യൂറോ സയൻസിലോ എൻഡോക്രോണോളജിയിലോ യാതൊരു ബേസും ഇല്ല. രണ്ടാമത്തെ കാരണം ട്രാൻസ്ജെൻഡറിസം, ജെൻഡർ ഡിസ്ഫോറിയ. പൂർണ്ണമായും പുരുഷനായി ജനിച്ച ഒരാൾക്ക് താനൊരു സ്ത്രീയാണ് എന്ന് അനുഭവപ്പെടുകയാണ്. പൂർണ്ണമായും സ്ത്രീയായി ജനിച്ച ഒരാൾക്ക് താനൊരു പുരുഷനാണ് എന്ന് അനുഭവപ്പെടുകയാണ്. ഈ ഒരു അനുഭവമുള്ള ആളുകളെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ വേറെയും ഒരുപാട് ഡിലൂഷൻസ് നമുക്ക് സൈക്കോളജിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ അപ്പട്ടംനോഫീലിയ, തൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലിംബ് മുറിച്ച് കളയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ബോആന്ത്രോപ്പി, താൻ സ്വയം ഒരു പശുവിനെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ലൈക്കൻട്രോപ്പി, താനൊരു വൂൾഫാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് മെൻ്റൽ ഡിലൂഷൻസ് നമുക്ക് സൈക്കോളജിയിൽ കാണാൻ പറ്റും. ജെൻഡർ ഡിസ്ഫോറിയ അതുപോലെ ഒരു ഡിലൂഷനാണ്. ഇപ്പോൾ ഒരാൾക്ക് പൂർണ്ണമായും പുരുഷനായിട്ടുള്ള ഒരാൾക്ക് ഉള്ളിലൊരു സ്ത്രീയെ അനുഭവപ്പെടുകയാണെങ്കിൽ അത് റിയാലിറ്റിക്ക് വിരുദ്ധമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അയാളുടെ ഫീലിങ്ങിനെ അംഗീകരിച്ച് താനൊരു സ്ത്രീയാണ് എന്ന് അംഗീകരിച്ച് കൊടുക്കുകയല്ല വേണ്ടത്. പകരം നമുക്ക് അയാൾക്ക് സൈക്കോളജിക്കലായിട്ടുള്ള കെയർ കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ ആക്ടിവിസം പറയുന്നത് ഒരു പൂർണ്ണമായി പുരുഷനായി ജനിച്ച ഒരാൾക്ക് തൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീയെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്ത്രീയാണ്. What is a woman? What is a woman? A woman is someone who claims that as their identity. Just a project of someone who identifies as a woman. It's actually a really simple answer, and that's a person who identifies as a woman. People who identify as a woman. If a person says that they're a woman or they're a man, then that's them telling you their gender is. ക്രിട്ടിക്സ് ഈ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമല്ല എതിർക്കുന്നത്, ഇതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് വിമർശിക്കുന്നത് കാണാൻ പറ്റും. ബയോളജിക്കൽ ആയിട്ടുള്ള ഒരാണ് ഐഡൻറ്റിഫൈ ആസ് എ വുമൺ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വുമൺസിൻ്റെ വാഷ്റൂം, സ്പോർട്സ്, വുമൺസിൻ്റെ പ്രൈവറ്റ് ഏരിയസിലൊക്കെ കയറാൻ പറ്റും. As I was showering after my workout, I saw a naked male in the women's locker room. Yep, there he goes, women's locker room. There's the man going in the women's locker room. 13-year-old daughter's school tried to force her to change for her gym in front of a boy who now identifies as a girl. We also had to share a locker room and change in front of this 6'4", fully intact, naked male. I was going to change for gym, and I walked into the locker room, and there was a biological male there. And there is a man shaving in a women's bathroom. A double rapist, once known as Adam Graham. And here is the same person now identifying as a woman. The reality is, this double rapist, this beast, is in a women's prison right now. This is a war on women, children, and the truth.
ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരാൾ ഫീമെയിൽ ഹോർമോൺ കുത്തിവെച്ച് മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്താൽ ഇവർക്ക് വുമൻസിൻ്റെ സ്പോർട്സിൽ പങ്കെടുക്കാൻ പറ്റും. Transgender swimmer Leah Thomas breaking barriers and records. There are numerous documented instances of males competing not just in women's swimming, but also in women's track, cross country, basketball, volleyball, field hockey, and other sports at all levels of competition. Controversial transgender fighter broke a woman's skull. This is not fair to women. And science, of course, supports that instinct. In fact, studies consistently show males have about a 10 to 12% athletic advantage over females. Transgender athlete from a Maine high school recently won the girls' pole vault event. The year before, when competing as a male, the individual tied for 5th in the same event. Males have natural and categorical advantages over females in terms of strength, speed, and power. But transgender activists say people should be able to access facilities according to their gender identity. ഒരാൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ ആക്ടിവിസം പറയുന്നത് 3 കാര്യങ്ങളാണ്. പ്യൂബർട്ടി ബ്ലോക്കേഴ്സ്, ഹോർമോൺ തെറാപ്പി, SRS സർജറി. ഇത് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് സെക്സിലേക്ക് മാറാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. ക്രിട്ടിക്സ് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി റോങ് ആണ് എന്നാണ്. വൂമ്പിൽ ഗാമേറ്റ് ഫ്യൂഷൻ നടക്കുമ്പോഴാണ് ഒരാളുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. ഒരു എഗ്ഗും സ്പേമും ഫെർട്ടിലൈസ് ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ടാകുന്ന ആദ്യത്തെ പ്രോസസ്സിൽ തന്നെ അവിടെ XX അല്ലെങ്കിൽ XY എന്നുള്ള അവിടെ തീരുമാനിക്കപ്പെടുന്നുണ്ട്. ഏകദേശം 42 ദിവസം ആകുമ്പോഴേക്ക് ഒരു SRY ജീനിൻ്റെ ആക്ടിവേഷനും കൂടി ആകുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന വിഷയത്തിൽ കൺഫർമേഷൻ സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ സെല്ലുകളും എന്താണ്, ഒന്നുകിൽ ആണിൻ്റേതാണ് അല്ലെങ്കിൽ പെണ്ണിൻ്റേതാണ്. എൻ്റെ ശരീരത്തിൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. ആ ട്രില്യൺസ് ഓഫ് സെൽസ് മുഴുവനായിട്ടും ഒന്നുകിൽ ആണിൻ്റേതാണ് അല്ലെങ്കിൽ പെണ്ണിൻ്റേതാണ്. ഇപ്പോൾ ഞാനൊരാളാണ്, എൻ്റെ എല്ലാ സെൽസിലും ഞാൻ ആണാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അവിടെ എൻ്റെ എല്ലാ സെല്ലുകളും, എൻ്റെ ബ്രെയിനും അടങ്ങുന്ന എൻ്റെ എല്ലാ സെല്ലുകളും ആണിൻ്റേതായിരിക്കെ എൻ്റെ അരക്കെട്ടിന് താഴെയുള്ള ഒരു അവയവം മുറിച്ചു മാറ്റി അവിടെ വേറൊരു അവയവം തുന്നിക്കെട്ടിയാൽ അതൊരു സെക്സ് റീഅസൈൻമെൻ്റ് ആവുമോ? ഒരു അവയവം മാറ്റി വേറൊരു അവയവം തുന്നിക്കെട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പ്ലാസ്റ്റിക് സർജറി എന്ന രൂപത്തിൽ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണത് സെക്സ് റീഅസൈൻമെൻ്റ് ആവുക? സെക്സ് റീഅസൈൻ ചെയ്യണമെങ്കിൽ നമ്മുടെ എല്ലാ സെല്ലുകളും എടുത്ത് അവിടെയുള്ള XX മാറ്റി അല്ലെങ്കിൽ XY മാറ്റി XX ആക്കണം. അതാണോ സംഭവിക്കുന്നത്? അതൊരിക്കലും അല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു സെക്സ് റീഅസൈനിങ് അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മെയിൽ ബോഡിയുള്ള ഒരാൾ അയാളുടെ ടെസ്റ്റിസോ അല്ലെങ്കിൽ പെനിസോ കട്ട് ചെയ്യുന്നു. അതിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഓർഗൻ ഒരു നോർമൽ ഫങ്ഷൻ ഉണ്ട്. ആ ഫങ്ഷനലായിട്ടുള്ള ഓർഗനെ തന്നെ എന്ത് ചെയ്യണം, അവിടെ മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു വജൈന പോലെയുള്ള ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, ഒന്ന് തുന്നിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. അവിടെ പോലും നമുക്ക് കാണാൻ പറ്റുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ കേരളത്തിൽ തന്നെ ആത്മഹത്യ ചെയ്തിട്ടുള്ള, ഈ സർജറി ചെയ്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥ. ഇപ്പം എനിക്ക് ടെസ്റ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പെനിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ അനുഗുണമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരുപാട് സെക്രീഷൻസും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് മുറിച്ചു മാറ്റി ഞാനൊരു വജൈന പോലെയുള്ള ഒന്ന് അവിടെ തുന്നിക്കെട്ടിയാൽ അവിടെ വജൈനയിൽ വേണ്ട ചില സെക്രീഷൻസ് ഉണ്ട്, അതവിടെ ഉണ്ടാവുമോ? കാരണം എൻ്റെ ശരീരം ആണിൻ്റേതാണ്, ആ അവയവം മാത്രമാണ് മുറിച്ചു മാറ്റിയിട്ടുള്ളത്. ഒരു വജൈനയിൽ വേണ്ട സെക്രീഷൻസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇൻഫെക്ഷൻസ് വരാൻ തുടങ്ങുന്നു. ആ ഇൻഫെക്ഷൻസ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അടുത്തതായി ആൻറ്റിബയോട്ടിക്സ് കഴിക്കണം. ആൻറ്റിബയോട്ടിക്സ് എത്ര കാലം കഴിക്കണം? ഇത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ആണോ നമ്മളിത് മാറ്റി വെക്കുന്നത്? അല്ല, ജീവിതകാലം മുഴുവൻ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കഴിക്കണം. നമുക്ക് സ്ത്രൈണത, പൗരുഷം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ അതുപോലെ തന്നെ ഈസ്ട്രോജൻ ഇതിൻ്റെ വേരിയേഷൻസ് കാരണമാണ് അതിൽ വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ ഒരു പിന്നെ അവയവം മുറിച്ചു മാറ്റി പെണ്ണിൻ്റേതുപോലെ നടക്കാനാണ് പിന്നെ ആഗ്രഹിക്കുക. അപ്പോൾ പെണ്ണിൻ്റെ മാനറിസംസ് വരാൻ വേണ്ടി നമ്മൾ ഈസ്ട്രോജൻ കുത്തിവെക്കുന്നു. ആ ഈസ്ട്രോജൻ കുത്തിവെക്കുന്നത് കൊണ്ടുള്ള അപകടങ്ങൾ വേറെ. നമുക്കറിയാം, ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ഇട്ട് അമ്മാനമാടുന്നതാണ് നമ്മൾ പൊതുവേ പറയും. സ്വാഭാവികമായി സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് തന്നെ കുറച്ച് വേരി ചെയ്യുമ്പോൾ വലിയ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. അവിടെയാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ ഹോർമോൺ കൊണ്ടുപോയി കുത്തിവെക്കുന്നത്. അതുകൊണ്ട് എത്രമാത്രം വലിയ മാനസികമായ പ്രയാസങ്ങളിലേക്കാണ് അവർ തള്ളിവിടുന്നത്. മാനസികമായും ശാരീരികമായും അവരുടെ നോർമൽ ഫങ്ഷനാലിറ്റിയെ ഇല്ലാതാക്കുക മാത്രമല്ല, മാനസികമായും ശാരീരികമായും അവരുടെ അവസ്ഥയെ കൂടുതൽ പ്രയാസകരമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സർജറി കൊണ്ട് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ്
ലോകത്ത് തന്നെ ഡി ട്രാൻസിഷനേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സെക്സ് ചേഞ്ച് റിഗ്രറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വെബ്സൈറ്റുകളും അങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളും തന്നെ നമുക്ക് കാണാൻ പറ്റും. An increasing amount of adults who transitioned into the opposite gender as a child or teenager now want to detransition back. ഇങ്ങനെ സർജറി ചെയ്ത് മാറി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചു പോകണമായിരുന്നു എന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു സർജറി അതൊരിക്കലും ഒരു പരിഹാരമല്ല, അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. മൂന്നാമത്തെ കാരണം നോർമലൈസിങ് ഹോമോസെക്ഷുവാലിറ്റി. ഈ ആക്ടിവിസം പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റി വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് എന്നാണ്. എന്നാൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്നത്, ക്രിറ്റിക്സ് പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റി അൺനാച്ചുറലും അതുപോലെ ഒരു മെൻ്റൽ ഡിസോർഡറുമാണ് എന്നാണ്. APA അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഹോമോസെക്ഷുവാലിറ്റി മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയുണ്ടായി. എന്നാൽ അത് ഒഴിവാക്കുന്നത് എന്തെങ്കിലും സയൻറ്റിഫിക് സ്റ്റഡീസിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തി അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടല്ല. പകരം ഈ LGBTQ ആക്ടിവിസ്റ്റുകളുടെ നിരന്തരമായിട്ടുള്ള പൊളിറ്റിക്കൽ പ്രഷറിൻ്റെയും ലോബിങ്ങിൻ്റെയും ഭാഗമായിട്ടാണ് ഇത് ഒഴിവാക്കിയിട്ടുള്ളത്. 1969, 70, 71 ഈ ആനുവൽ മീറ്റിങ്ങുകളൊന്നും APAയുടേത് നടക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യും, പക്ഷേ അവിടേക്ക് എന്ത് ചെയ്യും, ഈ ആക്ടിവിസ്റ്റുകൾ വരും, ഈ ഗേ മൂവ്മെൻറ്റ് ആളുകൾ വരും, അവിടെ കുഴപ്പമുണ്ടാക്കും, കസേര എടുത്തെറിയും, അതേപോലെ തന്നെ വേദിയിലേക്ക് അതിക്രമിച്ച് കയറും. ഈ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ മീറ്റിങ്ങുകൾ തടയപ്പെട്ടു എന്നുള്ളതൊരു ചരിത്രമാണ്, പച്ചയായ ചരിത്ര യാഥാർത്ഥ്യമാണത്, ആരും നിഷേധിക്കൂല. ഈ 3-4 വർഷത്തോളം ഈ മീറ്റിങ്ങുകൾ തടയപ്പെട്ടു എന്നുള്ളത്, എന്തുകൊണ്ട് തടയപ്പെട്ടു എന്നുള്ളതിൽ ആർക്കും സംശയം പോലും ഇല്ല. ഇവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളെക്കുറിച്ച് പറയുന്നത് ഞങ്ങളാണ്, ഇപ്പോഴും പറയുന്ന ന്യായമാണത്. ഞങ്ങളെപ്പറ്റി വേറെ ആരും പഠിക്കേണ്ടതില്ല, ഞങ്ങളെപ്പറ്റി പറയേണ്ടത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അപ്പോൾ അവരുടെ തന്നെ ആക്ടിവിസ്റ്റുകളായ ഒരുപാട് ആളുകളെ ഈ APAയിൽ മെമ്പർഷിപ്പ് ചേർക്കുന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഒരു വോട്ടിംഗ് ഇടുന്നത്. ഇവരുടെ ആളുകളെ ഒരുപാട് മെമ്പർഷിപ്പ് ചേർത്ത് വോട്ടിങ്ങിനിടുകയാണ് അവസാനം. അങ്ങനെ ചെറിയൊരു പെർസെൻറ്റേജ് വ്യത്യാസത്തിൽ ഈ ഹോമോസെക്ഷുവാലിറ്റി ഒരു മെൻ്റൽ ഡിസോർഡർ അല്ല എന്ന് തീരുമാനിക്കപ്പെടുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ആക്ടിവിസ്റ്റുകൾ ആരെങ്കിലും ഈ ചരിത്രത്തെ നിശ്ചയിക്കുമോ? ഇല്ല. അതൊരു പൊളിറ്റിക്കൽ വിജയമായിട്ട് തന്നെയാണ് അവരും എന്ത് ചെയ്യുന്നത്, കണക്കിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചില ഡോൾഫിനുകളെക്കുറിച്ചും ചില ഷാർക്കുകളെക്കുറിച്ചൊക്കെ ഉള്ള പഠനം പരിശോധിച്ച് നോക്കിയാൽ അതിൽ മെയില് ഫീമെയിലിനെ ഫോഴ്സ്ഫുള്ളി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നേച്ചറിലുള്ളതാണ്. അപ്പോൾ ഷാർക്കുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്കും ആവാം എന്ന് ആരെങ്കിലും പറയുമോ? ഓരോന്നിനും അതിൻ്റേതായ പ്രകൃതിയുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ ഹോമോസെക്ഷുവാലിറ്റിയെ പ്രകൃതി വിരുദ്ധം എന്ന് ചില ആളുകൾ വിശേഷിപ്പിക്കുന്നത്? അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണമെന്ന നിർബന്ധമൊന്നും എനിക്കില്ല. പക്ഷേ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഈ നേച്ചറിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതല്ല. നേച്ചറിലുള്ളതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിലൊരു വ്യത്യാസമില്ല എന്ന് പറയേണ്ടി വരും. മനുഷ്യൻ്റെ ഒരു പ്രകൃതമുണ്ട്. മനുഷ്യൻ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ്റെ ലൈംഗിക ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രകൃതമുണ്ട്. മനുഷ്യൻ്റെ ശരീരം എങ്ങനെയുള്ള സെക്സ് ചെയ്യാനാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്? എന്തൊക്കെയാണ് സെക്സ് ഓർഗൻസ്? മെയിൽ ഓർഗൻ ഫീമെയിൽ ഓർഗനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് അങ്ങനെ സെക്സ് ചെയ്യാനാണ് മനുഷ്യൻ്റെ ശരീരം, അങ്ങനെയാണ് ഉള്ളത്. അതാണ് മനുഷ്യൻ്റെ പ്രകൃതം. അതിന് വിരുദ്ധമായി ഒരു രൂപത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനുഷ്യപ്രകൃതത്തിന് വിരുദ്ധമാണ്, മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമാണ്. ഈ ഹോമോസെക്ഷൽ ആക്റ്റുകൾ ചെയ്യുന്നത് ശരിക്കും ഈ എയ്നൽ സെക്സാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ എയ്നസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരിക്കലും ഒരു സെക്സ് ഓർഗൻ അല്ല, അല്ലെങ്കിൽ സെക്സ് ചെയ്യാനുള്ള ഒരു നാച്ചുറലി അതല്ല, അതിനുവേണ്ടിയല്ല അത് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ അബറേഷൻസ് വരാനും പല രൂപത്തിൽ സേഫ്റ്റി ഒരിക്കലും നമുക്ക് ആ നിലക്ക് സേഫ്റ്റി അവകാശപ്പെടാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഹോമോസെക്ഷലായ ആളുകളിൽ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് അവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. STDs എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷയമാണ്. ലോകത്ത് തന്നെ 69% എയ്ഡ്സും അതുപോലെ തന്നെ 70%-ലും 80%-ത്തിനടുത്ത് സിഫിലിസും ഗൊണോറിയും എല്ലാം ഹോമോസെക്ഷലുകളായിട്ടുള്ള ആളുകളിലാണ്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. രണ്ടാമത്തത് STDs മൊത്തം മാറ്റി വെച്ചാൽ പോലും വേറെയും ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എയ്നൽ ഇൻകണ്ടിനൻസി എന്ന് പറയുന്നത്. നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നിയാൽ അപ്പം തന്നെ മലം പുറത്തേക്ക് വരുന്നില്ല. കാരണം എന്താ? നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റും. അവിടെ ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ട്, അവിടെ നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. അതാകട്ടെ ആ സ്ഫിങ്ക്റ്റർ ആകട്ടെ ഒരു സൈഡിലേക്ക് മാത്രം തുറക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അത് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഡിസൈൻ അങ്ങനെയാണ്. അപ്പോൾ പുറത്തേക്ക് മാത്രം തുറക്കാൻ പറ്റുന്ന ആ സ്ഫിങ്ക്റ്ററിലൂടെ
നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലൈംഗിക വൃത്തി നടത്തുമ്പോൾ പിന്നെ പെനിസ് അങ്ങോട്ടേക്ക് തിരിച്ച് കയറ്റുകയാണ്. അതായത് ഇങ്ങോട്ടേക്ക് മാത്രം തുറക്കാൻ പറ്റുന്ന സ്ഫിങ്ക്റ്ററിലേക്ക് അങ്ങോട്ടേക്ക് ലൈംഗിക അവയവം കയറ്റുകയാണ്. ഇതിലൂടെ എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ ആ സ്ഫിങ്ക്റ്റർ ലൂസ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെയാണ് എയ്നൽ ഇൻകണ്ടിനൻസി, നമുക്ക് മലം പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ. ഇത് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ല, ഇത് ഇവർക്ക് ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റ് ഇൻഫെക്ഷനുകൾ, ഗേ ബവൽ സിൻഡ്രോമുകൾ, ഇതൊക്കെ STDs അല്ലാതെ തന്നെ ഉണ്ടാകുന്ന ഹാമുകളാണ്. അപ്പോൾ ഇങ്ങനെ പല രൂപത്തിലുള്ള ഹാമ് ഈ ഹോമോസെക്ഷുവാലിറ്റി കൊണ്ടുണ്ട്. ഇത് ഇത്തരത്തിലുള്ള സെക്ഷൽ ഓറിയൻറ്റേഷനും അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റിയും എല്ലാം ജെനറ്റിക്കലാണ്, അതുകൊണ്ട് മാറ്റാൻ സാധിക്കില്ല എന്ന വാദം ശരിക്കും പറഞ്ഞാൽ 1990കളിലൊക്കെ നമുക്ക് പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. കാരണം ആ സമയത്തായിരുന്നു 1991കളിലൊക്കെയാണ് പിന്നെ ഹോമറിനൊക്കെ ഒരു പഠനം വരുന്നത്, ഗേ ജീൻ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞു വലിയ ആഘോഷമൊക്കെ നടത്തിയ ഒരു പഠനമായിരുന്നു. പക്ഷേ അതിൻ്റെ 1-2 വർഷത്തിനുള്ളിൽ തന്നെ അതെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതെല്ലാം ശാസ്ത്രലോകത്ത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം ദർ ഇസ് നോ സിംഗിൾ ഗേ ജീൻ, ഒരു സിംഗിൾ ഗേ ജീൻ ഇല്ല, ഒരു ജീന് മാത്രം നിശ്ചയിക്കപ്പെടുന്നൊരു അവസ്ഥയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മാസീവായ ഒരുപാട് ആളുകളിൽ നടത്തിയ പഠനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഗേ ജീൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന 1990കളിൽ കുരുങ്ങി നിൽക്കാതെ കുറച്ചൊന്ന് പുരോഗമിക്കുക എന്നാണ് അത്തരക്കാരായ ആളുകളോട് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഒരല്പം ബയോളജി പഠിച്ച ഒരാൾ ഒരിക്കലും ഇങ്ങനൊരു ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വെക്കൂല. കാരണം കുറച്ചൊക്കെ മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്നൊരു കാര്യമാണ് ജനറ്റിക് ഡിറ്റർമിനിസം. ഒരാളുടെ ജീൻ എങ്ങനെയാണോ അങ്ങനെ മാത്രമാണ് അയാളുടെ എല്ലാ ബിഹേവിയേഴ്സും ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു ജനറ്റിക് ഡിറ്റർമിനിസം മുമ്പൊക്കെ വിചാരിച്ചു. പക്ഷേ ഇപ്പം ആ ജനറ്റിക് ഡിറ്റർമിനിസം എന്ന ആശയത്തിൻ്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. ഇപ്പോൾ എപ്പിജെനറ്റിക് ഫാക്ടേഴ്സും മറ്റ് കാര്യങ്ങളും അടക്കം ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് ഒരാളുടെ ബിഹേവിയർ രൂപപ്പെടുന്നത് എന്നുള്ളതാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു, ശാസ്ത്രലോകം അംഗീകരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഈ പറഞ്ഞ ഹോമോസെക്ഷൽ ബിഹേവിയർ അതിന് ഒരു ജീൻ അവിടെ അങ്ങനെ കോഡ് ചെയ്യുന്നു, അതുകൊണ്ട് അയാൾക്ക് അങ്ങനെ മാത്രം ഉണ്ടാകുന്നു, അങ്ങനെ ഒരു അവസ്ഥ ഇല്ല എന്ന് അങ്ങനെ ഒരു ജീനിനെ കുറിച്ചുള്ള പഠനം തള്ളിപ്പോയി എന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അതല്ല ജനറ്റിക് ഡിറ്റർമിനിസം എന്ന് പറയുന്നത് തന്നെ തള്ളിപ്പോയ ഒരു ആശയമാണ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്താണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്? നമ്മുടെ വിശപ്പ് മാറുക എന്നുള്ളതാണ്. വിശപ്പ് മാറുക, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബോഡിക്ക് ന്യൂട്രീഷൻ കിട്ടുക എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് നമുക്ക് ഭക്ഷണത്തിലൂടെ എന്തും കിട്ടുന്നുണ്ട്, ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്, വേറെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ വെറും ടേസ്റ്റ് അറിയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഫുൾ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നില്ല. അപ്പം മിനിമമായി ആ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് മനുഷ്യകുലം ഇത്രയും കാലം ഈ നിലക്ക് മുന്നോട്ട് വന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഈ നിലക്ക് പിന്തുടർന്ന് പോയി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കുടുംബ വ്യവസ്ഥയിലൂടെ റീപ്രൊഡക്ഷൻ മാരേജിലൂടെ നടന്നു, ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ആ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് ഈ ഒരു മാരേജിൽ സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഹോമോസെക്ഷൽ മാരേജിൽ ഒരിക്കലും ഒരു കുട്ടി ഉണ്ടാവുകയില്ല എന്നുള്ളത് ഒബ്വിയസ് ആണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ പരിശോധിച്ച് നോക്കാൻ പറ്റും. അവിടെ ഒന്നുകിൽ 2 അമ്മമാർ അല്ലെങ്കിൽ 2 അച്ഛന്മാരാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു പാരൻറ്റിങ് കിട്ടുന്ന കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ഒരുപാട് പഠനങ്ങൾ കാണാൻ സാധിക്കും. ഗേ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാന പഠനത്തിൽ അവർ അത് ലിസ്റ്റ് ചെയ്യുന്നത് തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മെയിൽ പാരൻറ്റ് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അത് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു പിന്നെ സെൻസ് ഓഫ് സെക്യൂരിറ്റി, അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. അതേപോലെ തന്നെയാണ് ഒരു ഫീമെയിൽ പാരൻറ്റ് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് എന്തൊക്കെ, എന്തും പറയാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ആ നിലക്കുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ കെയറിങ്, അതുപോലുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട്. അപ്പം ഈ രണ്ടും ഒരു കുട്ടിക്ക് കിട്ടണം. ഒരു കുട്ടിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗത്തു നിന്ന് ഇതെല്ലാം കിട്ടിയെങ്കിൽ മാത്രമേ പാരൻറ്റിങ് പൂർണ്ണമാവുള്ളൂ. ഈ ഗേ പാരൻറ്റിങ്ങിലൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ, ഇപ്പോൾ ഗേ പാരൻറ്റിങ് ആണെങ്കിൽ മെയിൽ പാരൻറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യം തന്നെ രണ്ട് ഭാഗത്തും കിട്ടുള്ളൂ. എന്നാൽ അതേപോലെ തന്നെയാണ് ലെസ്ബിയൻ കപ്പിൾസ് അഡോപ്റ്റ് ചെയ്താലും ഒരു ഭാഗത്തു നിന്നുള്ളത് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ മറ്റേത് പൂർണ്ണമായും ലാക്കിംഗ് ആണ്. ഇതിൻ്റെ പ്രശ്നം കുട്ടികൾക്കുണ്ട് എന്നുള്ളത് ഒരുപാട് പോയിന്റുകൾ, ഏകദേശം 14ഓളം പോയിന്റുകളായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ഈവൻ അക്കാദമിക് പെർഫോമൻസ്, ഇതിലൊക്കെ അതിങ്ങനെ വലിയ രൂപത്തിൽ ബാധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പലതരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഈ കൃത്യമായൊരു പാരൻറ്റിങ്ങിലൂടെ കടന്നു പോകാത്തത് കൊണ്ട് ആൻറ്റി സോഷ്യൽ ടെൻഡൻസീസ് കാണിക്കുന്നു എന്നതടക്കം നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നാം പറഞ്ഞത്, ആ ഒരു കുടുംബം എന്ന് പറയും, ഒരു സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റായ കുടുംബം, അത് നിർവഹിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്, അതിവിടെ നിർവഹിക്കപ്പെടുന്നില്ല. അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് നിർവഹിക്കേണ്ട അടുത്ത തലമുറയോട് ചെയ്യേണ്ടുന്ന ചില
ഡ്യൂട്ടീസ് ഉണ്ട്, അതും നിർവഹിക്കപ്പെടുന്നില്ല. ആ നിലക്ക് ഫാമിലി എന്നുള്ളതിൻ്റെ ഒരു തരത്തിലും അതിനോട് പിന്നെ കൂട്ടിയോജിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വായിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ ഗേ പാരൻറ്റിങ്ങിൽ അല്ലെങ്കിൽ ലെസ്ബിയൻ പാരൻറ്റിങ്ങിൽ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. 4ാമത്തെ കാരണം ഇന്റർസെക്സ് ആസ് എ തേർഡ് ജെൻഡർ. ഇന്റർസെക്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ കണ്ടീഷനാണ്. ഒരാൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും ലിംഗത്തോടു കൂടി ജനിക്കുന്ന ഒരു അവസ്ഥയാണ്. ആക്ടിവിസം പറയുന്നത് ഇതൊരു തേർഡ് ജെൻഡറാണ് എന്നാണ്. എന്നാൽ ഇതിൻ്റെ ക്രിറ്റിക്സ് പറയുന്നത് ഇന്റർസെക്സ് ഒരു അനോമലിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മനുഷ്യന് എത്ര കണ്ണാണെന്ന് വെച്ചാൽ 2 കണ്ണാണ്. ഇപ്പോൾ അതിൽ ഒറ്റ കണ്ണുള്ള ആളുണ്ട് എന്നുണ്ടെങ്കിൽ മനുഷ്യന് എത്ര കണ്ണാണെന്ന് വെച്ചാൽ 2 കണ്ണുള്ള ആളും പിന്നെ 1 കണ്ണുള്ള ആളും ആവില്ല. കാരണം അതൊരു അനോമലിയാണ് 1 കണ്ണുള്ള ആൾ. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഈ ഇൻ്റർസെക്സിൻ്റെ കേസും. ഇന്ന് നമുക്ക് ക്രോമസോമിക്കലായിട്ട് ഒരു ഇൻ്റർസെക്സ് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർ ആണാണോ പെണ്ണാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള സർജറി ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ആക്ടിവിസം പറയുന്നത് നമ്മൾ ഈ കുട്ടിയെ സർജറി ചെയ്യരുത്, ഈ കുട്ടി വലുതായിട്ട് ഈ കുട്ടി തീരുമാനിക്കണം തനിക്ക് ആണാണോ പെണ്ണാണോ ആവേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ആക്ടിവിസം പറയുന്നത്. ഈ LGBT ആക്ടിവിസം യഥാർത്ഥത്തിൽ പ്രയാസപ്പെടുത്തുന്നത് ഈ ഇത്തരം ജീവിതങ്ങളെ തന്നെയാണ്. വളരെ നോർമലായി ജീവിക്കാൻ സാധ്യതയുള്ള ജീവിതങ്ങളെ പ്രയാസങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥ ഈ LGBT ആക്ടിവിസം ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ശരിക്കറിയാം, നമുക്ക് ഏത് സർജറികൾ എടുത്തു നോക്കിയാലും വളരെ ചെറുപ്പത്തിൽ ജനിച്ച ഉടനെ നടത്തുന്ന സർജറികൾ വളരെ എഫക്റ്റീവായിരിക്കും. എന്നാൽ അതേ സമയത്ത് ഒരു അഡൽട്ട് ആയതിനു ശേഷമാണ് അതിന് ശ്രമിക്കുന്നതെങ്കിൽ വളരെ പരിമിതമാണ് അതിൻ്റെ നമുക്ക് സാധ്യത. ഇതേ കാര്യം തന്നെയാണ് എല്ലാ വിഷയത്തിലും ഉള്ളത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പരിഹാരം വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും അതിന് സമ്മതിക്കാത്ത രൂപത്തിൽ അവരെ കൂടുതൽ പ്രയാസപ്പെടുന്ന രൂപത്തിലേക്ക് ഈ LGBT ആക്ടിവിസം മുന്നോട്ട് പോവുകയാണ്. അതിന് കോടതികൾ പോലും ഈ LGBT ആക്ടിവിസത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു അവസ്ഥ വളരെ പ്രയാസകരം തന്നെയാണ്. തീർച്ചയായും അതിനെതിരായ നിയമ പോരാട്ടങ്ങൾ വേണ്ടതാണ്. അത് മുന്നോട്ട് വരും, ആളുകൾ അതിന് മുന്നോട്ട് വരും എന്ന് പ്രതീക്ഷിക്കുക തന്നെയാണ് നമുക്ക് നിർവാഹമുള്ളൂ. 5ാമത്തെ കാര്യം ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്താൻ സമ്മതിക്കുന്നില്ല. Psychotherapist and gender specialist in the United Kingdom is challenging a university which is blocking research he wants to conduct into people who regret undergoing gender change. These patients had transitioned to female, didn't want to continue living as female, wanted to go back to living as men. ഇവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ മാത്രം പഠിച്ചാൽ മതി, സ്ത്രീകളെക്കുറിച്ചുള്ള പഠനം അത് സ്ത്രീകൾ മാത്രം നടത്തിയാൽ മതി, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിനെ കുറിച്ചുള്ള പഠനം അത് ക്യാൻസർ പേഷ്യൻസ് മാത്രം നടത്തിയാൽ മതി, അതല്ലെങ്കിൽ ഓട്ടിസത്തെക്കുറിച്ചുള്ള പഠനം അത് ഓട്ടിസം ബാധിച്ച ആളുകൾ മാത്രം നടത്തിയാൽ മതി, ബ്ലൈൻഡുകളെക്കുറിച്ചുള്ള പഠനം ബ്ലൈൻഡുകൾ മാത്രം നടത്തിയാൽ മതി. ഇങ്ങനൊരു സംഭവം ശാസ്ത്രത്തിലില്ല. ആര് നടത്തിയാലും എന്താണോ അതിൽ ഫാക്ച്വലി എന്തൊക്കെയാണ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ്, അതിലൂടെ നമ്മളെത്തുന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ പ്രധാനം. അപ്പോൾ അതിൽ ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ മതി, പഠിച്ചാൽ മതി എന്നുള്ളത് ഒരിക്കലും ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്മെൻ്റ് അല്ല. I left academia because the climate had become too stifling politically, especially when it comes to the topic of gender identity and the science of gender. It is absolutely impossible to do good research. You basically have to decide beforehand what you're going to find so that you don't upset activists, and that is not how you do science. അവരൊരു പുസ്തകം എഴുതി, എൻഡ് ഓഫ് ജെൻഡർ. അതിൽ അവർ പറയാണ്, ഞാൻ എൻ്റെ ഈ പഠനം മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഞാൻ നിർത്തുകയാണ്, എൻ്റെ അക്കാദമിക് കരിയർ ഞാനിവിടെ നിർത്തുകയാണ്, ഞാനൊരു ജേർണലിസത്തിലേക്ക് കടക്കുകയാണ് എന്നവർ പറയുന്നു. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ബാസ്പ യൂണിവേഴ്സിറ്റിയിലുള്ള ജെയിംസ് കാസ്പിയൻ, അതുപോലെ തന്നെ ഡോക്ടർ മൈക്ക് ഡേവിഡ്സൺ, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രാൻസിഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഏതാനും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അതിനുള്ള ബ്ലോക്ക് വരികയാണ്. എങ്ങനെയാണ് ബ്ലോക്ക് വരുന്നത്? എത്തിക്കൽ കമ്മിറ്റി ഇടപെടുകയാണ്. എത്തിക്കൽ കമ്മിറ്റി എന്താ പറയുന്നത്? ഇത് അൺഎത്തിക്കലാണെന്നാണ്. എന്താണ് അൺഎത്തിക്കലാവാൻ കാരണം? ഇതിൽ ഇവരെക്കുറിച്ച് ഈ രൂപത്തിൽ പഠിക്കുന്നു. അതെന്ന് വെച്ചാൽ LGBT ആക്ടിവിസത്തിനെതിരായ രൂപത്തിലുള്ള ഒരു ഡയറക്ഷനിലാണ് ഇത് പോകുന്നത് എന്നതുകൊണ്ട് ഈ പഠനം തടയുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഡയറക്ഷനുണ്ട്, ആ ഡയറക്ഷനിൽ മാത്രം അങ്ങനെ ഒരു കൺക്ലൂഷൻ വരുന്ന പഠനങ്ങൾ മാത്രം അംഗീകരിക്കുകയും മറുഭാഗത്ത് ഇവരുടെ ആശയത്തിന് വിരുദ്ധമായി എന്തെങ്കിലും കൺക്ലൂഷൻ വരാനുള്ള സാധ്യതയുള്ള പഠനങ്ങളെ മുഴുവൻ അതിൻ്റെ ഫണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് എത്തിക്കൽ കമ്മിറ്റികൾ ഇടപെട്ടുകൊണ്ട് നിർത്തിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും തുറന്നു പറഞ്ഞിട്ടുള്ള, അത് ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയായിട്ടുള്ള, അതിനെ നിരീശ്വരവാദി നേതാക്കന്മാർ പോലും അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണത്. There are two sexes. You can talk about gender if you wish, and that's a subjective. I'm not. But when people say there are 100 genders, for example. Yeah, I'm not interested in that. As a biologist, there are two sexes, and that's all there is to it.
അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യത്തോട് നമുക്കൊരിക്കലും എന്താ പറ്റില്ല, പുറംതിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അത് ബേസ്ലെസ് ആണെന്ന് പറയണമെങ്കിൽ ഇതൊന്നും ഇല്ല നിങ്ങൾ പറയണം, അല്ലെങ്കിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കണം. അതൊരിക്കലും സാധ്യമല്ല. ആറാമത്തെ കാര്യം, കുട്ടികളിലേക്ക് ഈ ഒരു ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്നതാണ്. People that are boys, there's people that are girls. There are people whose gender might be a little bit of both or might even be neither. ഓരോ പ്രായത്തിലും അതിനനുസരിച്ച് അവർക്ക് കിട്ടേണ്ടുന്ന ഇൻഫർമേഷൻസ് വളരെ ഒതൻറ്റിക് സോഴ്സിൽ നിന്ന് തന്നെ കിട്ടേണ്ടതുണ്ട്. അതിൻ്റെ അനിവാര്യതയുണ്ട്. കാരണം ഇല്ലെങ്കിലാണ് പലപ്പോഴും പല ചൂഷണങ്ങളിലേക്കും കുട്ടികൾ പോയി പോകുന്നത്. അതുകൊണ്ട് ഓരോ പ്രായത്തിലും അവരുടെ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് വരുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിർബന്ധമായും എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് ഏറ്റവും നല്ല രൂപത്തിൽ കൊടുക്കണം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സെക്സ് എഡ്യൂക്കേഷൻ്റെ പേരിൽ ഈ ശാസ്ത്രവിരുദ്ധമായ, സാമൂഹ്യ വിരുദ്ധമായ ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഒരവസ്ഥ, അതിൻ്റെ സിലബസായി അത് വരുന്ന ഒരവസ്ഥ ഒരു യാഥാർത്ഥ്യമായി ഇവിടെ ഉണ്ട്. Kids are being taught, you might feel like you're a boy, even if you have a vagina and you're a girl, you are what you feel you are. എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? ഇപ്പോൾ പിന്നെ ആൽഫ്രഡ് കിൻസി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹം നടത്തിയ പഠനങ്ങളാണ് ഇവർ ഏറ്റവും അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്നത് സെക്സ് എഡ്യൂക്കേഷൻ്റെ ബേസായിട്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു വളരെ ചെറിയ ഏതാനും മാസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടികളുടെ ഓർഗാസം അടക്കം അളന്നുകൊണ്ട് എക്സ്പെരിമെൻ്റ് നടത്തി അത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമായി അത്തരം കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ആകാശത്തേക്ക് നക്ഷത്രങ്ങളെ കാണുന്നില്ലേ, അത്രത്തോളം ജെൻഡറുകളുണ്ട്, നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ തരത്തിലുള്ള ശാസ്ത്രവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ ആശയങ്ങൾ പഠിപ്പിക്കരുത്. മറിച്ച് ഓരോ പ്രായത്തിലും നമുക്ക് വളരെ ഒബ്ജക്റ്റീവായി പറയാൻ പറ്റുന്ന, വളരെ കൃത്യമായി നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട്. മറ്റത് ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത്. സെക്സ് എഡ്യൂക്കേഷനെ അല്ല, അതിൻ്റെ പേരിൽ വരുന്ന ഈ അജണ്ട വെച്ചുകൊണ്ടുള്ള പ്രൊപ്പഗണ്ടകളെയാണ് നമ്മൾ എതിർക്കുന്നത്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഈ ആക്ടിവിസം വിമർശിക്കപ്പെടുന്നത്. ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിച്ചു തുടങ്ങുമ്പോൾ ഈ പൊളിറ്റിക്സിൻ്റെ ചർച്ച ചെയ്യപ്പെടാത്ത ഈ ഒരു സൈഡിലേക്ക് ഞാൻ എത്തി. അവകാശ പോരാട്ടം എന്നതിൻ്റെ മറവിൽ ഞാൻ കണ്ടത് അഭിപ്രായങ്ങൾ അടിച്ചമർത്തപ്പെടുന്നതാണ്. ഞാൻ കണ്ടത് പ്രൊപ്പഗണ്ടകളാണ്. ഞാൻ കണ്ടത് തോന്നലിന് തെളിവുകളേക്കാൾ പ്രാധാന്യമാണ്. ഇതെല്ലാം കണ്ടറിഞ്ഞപ്പോൾ നിങ്ങളോടും കൂടെ ഇത് പറയണം തോന്നി.